ഒന്നും തീരുമാനിച്ചില്ല. ഒരു 4 മണി പലഹാരം, ഇങ്ങനെ 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പുറത്ത് ലൈല ചേച്ചി വന്നതാണ്, തന്നിട്ട് 2-3 ദിവസമായി. ഇത് കുഴച്ചുണ്ടാക്കിയ ആർക്കും തികയത്തില്ലേ. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പക്ഷെ നിറച്ച് ചുളയുണ്ട്, കുഞ്ഞു ചുള, കുഞ്ഞു പൊടിച്ചോള. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമേ. ചക്കക്കുരുവൊക്കെ എടുത്തു, ഒരു പ്ലേറ്റ് ചക്ക കിട്ടി. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ട് ചക്ക അരച്ച് കഴിഞ്ഞപ്പം ഇത്രയുണ്ടേ. ഇത് ഞങ്ങൾ കുഴച്ചിരുന്നെങ്കിലോ ഒന്നും കാണത്തില്ലായിരുന്നല്ലേ. അപ്പം അരച്ചിങ്ങനെ എടുത്തു. പിന്നെ ഇത് അരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്കൊന്ന് ഉണ്ണിപ്പണിയാരം ഉണ്ടാക്കാമെന്ന്, ചക്കപ്പണിയാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പണിയാരം ഉണ്ടാക്കുമ്പം നമുക്ക് ഇഡലി മാവ് വേണം. അപ്പോൾ കുറച്ച് ഇഡലി മാവ് ഇടാം, അരിപ്പൊടിയും ഇടാം, ഇല്ലെങ്കിൽ ഭയങ്കര ലൂസായിപ്പോവും. പിന്നെ കുറച്ച് ഉപ്പ്, ഇഞ്ചി ഇത്രയൊന്നും വേണ്ട കേട്ടോ, എടുത്തന്നേ ഉള്ളൂ, ഗ്രേറ്റ് ചെയ്ത് ഇടും. പിന്നെ 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനിയും കായപ്പൊടിയും വേണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. ഇതിലില്ലാത്ത സാധനങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഉണ്ണിപ്പണിയാരം ആക്കണ്ടേ. ഇഡ്ഡലി മാവാണ്, ഇഡ്ഡലി മാവ്, അരിപ്പൊടി, എന്നിട്ട് നല്ലതുപോലെ കുഴയ്ക്കാം. ഉപ്പിടാം, ഇത്രയും പോരാ, ഉപ്പ് കുറച്ചും കൂടെ വേണം. ഉണ്ടല്ലേ, ഈ ഒരു പരുവത്തിൽ എടുത്തു. ആ പരുവമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് ഇടുമ്പം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് ടേസ്റ്റാണ് മാറ്റേണ്ടത്. ചക്കയും കൂടെ ചേർന്നത് കൊണ്ട് മാത്രം ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇതിൽ വെളുത്തുള്ളി ഇടാറില്ല. ചക്ക ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി ഇടാം. പൊടിയായിട്ട് അരിയാം. അത് നല്ല അരച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ടു. പിന്നെ മുളക് പൊടിയായിട്ട് അരിയണം. ചക്ക ഉള്ളത് കൊണ്ടേ ഇച്ചിരി എരിവ് നല്ലതല്ലേ. ഇപ്പോഴോർത്ത കൊച്ചുള്ളി എടുത്തില്ലല്ലോ, അങ്ങനെ അച്ചു കൊച്ചുള്ളി കൊണ്ട് തന്നതാണ്. കറിവേപ്പില ഇതുപോലെ ഇടാം, അരിഞ്ഞിടാം. ഇനിയും കൊച്ചുള്ളി അരിഞ്ഞിടാം. അരിഞ്ഞിട്ട് വരട്ടെ. കൊച്ചുള്ളിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിടാം. കൂടരുതേ. കഴിഞ്ഞു.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കളർ മാറാൻ വേണ്ടി മാത്രം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. കായപ്പൊടിയും ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇച്ചിരിയും കൂടെ ഉപ്പിടാമേ. ബാക്ക്ഗ്രൗണ്ടിൽ സംസാരമൊക്കെ കേൾക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇടാം. അല്ല ഈ കുഴിയായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബജി പോലെയൊക്കെ ചുട്ടെടുക്കാം. ചുമ്മാ ഇങ്ങനെ കോരിയിട്ട് ചീനിച്ചട്ടിയിലാക്കിയാലും മതി. ഇത് ഉണ്ണിപ്പണിയാരം ഓർത്തിട്ടാണ്. ഉണ്ണിപ്പണിയാരം ഈ നമ്മുടെ ഈ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അച്ചുവിൻ്റെ ചോപ്സ്റ്റിക്ക് നല്ലതുപോലെ അമർത്തിയിടാം. ഞങ്ങൾ ഈ ചെന്നൈയിലായിരുന്നോണ്ടേ നമുക്ക് ഈ കണ്ണിയാരമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ചമ്മന്തി കൂട്ടി തിന്നണം. അയ്യോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെറിയ തീയിലിരുന്ന് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. എന്നിട്ട് ബാക്കിയും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഇനിയും എല്ലാം വറുത്തിട്ട് വരാവേ. ഉണ്ടാക്കിയതെല്ലാം കണ്ടല്ലോ അല്ലേ? ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറയാവേ. അപ്പം ഒരു പ്ലേറ്റേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു പ്ലേറ്റ്. ചമ്മന്തി അരച്ചു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. നല്ല കാന്താരി ചമ്മന്തി. നല്ല കുഴച്ച ചക്കയില്ലേ, ചക്ക കുഴക്കത്തില്ലേ, അതേ ടേസ്റ്റ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.